എല്ലാവർക്കും PRS കിച്ചൻ്റെ 100ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും PRS കിച്ചൻ്റെ ഹാപ്പി ക്രിസ്മസ്. ഇന്ന് PRS കിച്ചൻ്റെ 100ാമത്തെ വീഡിയോ ആണ്. അത് നല്ല കളർഫുള്ളായിട്ടാണ് ഞാനിന്ന് ചെയ്തിരിക്കുന്നത്. അതൊരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു സേമിയ പായസം, കാരമൽ ബട്ടർസ്കോച്ച് സേമിയ പായസം. കട്ട് ചെയ്ത 1 കപ്പ് സേമിയ, 1 ലിറ്റർ പാല്, പഞ്ചസാര, നെയ്യ് 1 സ്പൂൺ. നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യണം. അതായത് 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് നന്നായിട്ട് ഉരുകി വരും. ഉരുകി കുറച്ച് കഴിയും തോറും അതിൻ്റെ കളറ് മാറി നല്ല ബ്രൗൺ കളറായി മാറും. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഫസ്റ്റ് വെള്ളമൊന്നും ഒഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെക്കുമ്പോൾ തന്നെ അപ്പുറത്തെ അടുപ്പിൽ നമുക്കൊരു 1/2 കപ്പെങ്കിലും വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കണം. ഇത് ബ്രൗൺ കളറായി മാറുന്ന സമയത്ത് ആ തിളച്ച വെള്ളം എടുത്ത് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയേ വേണ്ടൂ. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ബ്രൗൺ കളറായി തിക്കാവാനും തുടങ്ങി. ഈ സമയത്ത് നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് കയ്യുമ്മയ്ക്ക് ആവി വരും. അപ്പോൾ നമ്മൾ ഒഴിച്ച വഴി കൈ പെട്ടെന്ന് പിൻവലിക്കണം. പഞ്ചസാര കാരമലൈസ് ചെയ്ത് കറക്റ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് ഇറക്കി വെച്ചതിന് ശേഷം ചൂടാറുന്ന വരെ നന്നായിട്ട് ഇളക്കി നമ്മൾ തണുപ്പിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയാവും. അതും ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സേമിയ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഞാൻ വറുക്കാത്ത സേമിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വറുത്ത സേമിയ ആണെങ്കിലും ഒന്നും കൂടെ ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളർ ആവണ വരെ വറുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം അതിനായിട്ട് എടുക്കാവുന്നതാണ്. അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അതും നെയ്യും അതുപോലെ നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നിങ്ങൾക്കിതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നെയ്യ് ഒഴിച്ചിട്ടുണ്ടല്ലോ, അതിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഇതിലേക്ക് അതൊന്നും ആഡ് ചെയ്യണില്ല. ഇപ്പം നെയ്യൊക്കെ നന്നായി ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ആഡ് ചെയ്യാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് സേമിയയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് നല്ല ബ്രൗൺ കളർ ആവണ വരയ്ക്കും വറുത്തെടുക്കണം. സാധാരണ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഇത്രയ്ക്കും ബ്രൗൺ കളർ ആവേണ്ട, പക്ഷേ ഇത് നമ്മളൊരു സ്പെഷ്യൽ സേമിയ പായസമാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒത്തിരി ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കാം. സേമിയ നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഞാൻ സാധാരണ അതിലേക്ക് തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യാറ്, പാലല്ല. പാല് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് അത് പിരിഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം മാത്രമാണ് പാൽ ആഡ് ചെയ്യാറുള്ളൂ. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല, നിങ്ങൾ ഏത് രീതിയാണ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 1 ലിറ്റർ പാൽ എടുക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് 1.5 കപ്പ് തിളച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ പായസത്തിലേക്കുള്ള കറക്റ്റ് വറവായിട്ടുണ്ട്. നിങ്ങളത് ഇതേ അവസ്ഥയിൽ തന്നെ വറുത്തെടുക്കണം. എങ്കിലാണ് നമ്മുടെ പായസം ടേസ്റ്റും അതുപോലെ കളർഫുള്ളും ആയിട്ടിരിക്കുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് തിളച്ച വെള്ളം ആഡ് ചെയ്യാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 5 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിലിട്ട് അടച്ച് വേവിക്കാം. ഇത് വെന്ത് കറക്റ്റായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല് ആഡ് ചെയ്യാം. ഫ്രിഡ്ജിലുള്ള പാല് നേരിട്ട് ഒഴിക്കരുത്. പാല് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒഴിക്കുന്നതായിരിക്കും ഒത്തിരി നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഞാനിത് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലാണ്. അത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തില്ലെങ്കിൽ അതിൽ പാട കെട്ടും. അതാണ് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറയണത്.
പാൽ നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. ഇനി 1/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് അതിലെ മധുരം നോക്കി അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി അതൊന്ന് കാണണം, ട്രൈ ചെയ്യണം. നമ്മുടെ പായസം റെഡിയായി തുടങ്ങി. ഈ സമയത്ത് നമുക്കിതിലേക്ക് മധുരം ഒന്ന് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ മധുരം ആഡ് ചെയ്യാവുന്നതാണ്. എനിക്ക് മധുരമൊക്കെ കറക്റ്റാണ്, ഞാൻ അതുപോലെ തന്നെ ആഡ് ചെയ്യണില്ല. താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ഇതിലേക്ക് മധുരം നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഞാൻ അതുപോലെ ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതും അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ ഏലക്ക പൊടിക്ക് പകരം ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആണ് ചേർക്കുന്നത്. ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർക്കാത്തവർക്ക് ഈ സമയത്ത് ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇല്ലെങ്കിലും നമ്മൾ ഇതിലേക്ക് കാരമലൈസ് ചെയ്തത് ആഡ് ചെയ്യണതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ പായസം വെന്ത് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കാരമലൈസ് ചെയ്ത് ഒഴിക്കാൻ പാടുള്ളൂ. അല്ല, കാരമലൈസ് ചെയ്ത് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാനിതിന്ന് കാരമലൈസ് ചെയ്ത് ഒഴിക്കുന്നേക്കാൾ മുന്നേ സ്വല്പം പായസം എടുത്ത് മാറ്റുന്നുണ്ട്. അതിലേക്ക് ഞാൻ റോസ് മിൽക്ക് സ്വല്പം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് 2 തുള്ളി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. മാറ്റി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഞാൻ 1 തുള്ളി റോസ് മിൽക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാരമലൈസ് ബട്ടർ സ്കോച്ച് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. PRS കിച്ചൻ്റെ 100ാമത്തെ വീഡിയോ അടുത്തുള്ള കുറച്ച് കുട്ടികളും വീട്ടുകാരുമായിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ആഘോഷിക്കുകയാണ്. ഈ ആഘോഷവേളയിൽ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. PRS കിച്ചൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ 3,90,000-ലും മേലെയും സബ്സ്ക്രൈബേഴ്സ് 5,800 ആയിരിക്കുകയാണ്. ഈ വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും സമർപ്പിക്കുന്നു. എന്നാൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും നന്ദി, നമസ്കാരം.